DA അല്ലെങ്കിൽ ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമാണെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. കാരണം ബംഗാൾ ഗവൺമെൻറ് 2008 മുതൽ 2019 വരെയുള്ള DA കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കേസിൽ ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് മിശ്ര എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവാണ്. കാരണം ജസ്റ്റിസുമാരുടെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. കാരണം DA എന്ന് പറയുന്നത് അധിക ആനുകൂല്യമല്ല. കാരണം DA എന്ന് പറയുന്നത് ഉപഭോക്തൃ വില നിലവാര സൂചികയുടെ അടിസ്ഥാനത്തിലാണ് DA നിശ്ചയിക്കുന്നത്. അപ്പോൾ ജീവനക്കാരുടെ ആ ജീവിത നിലവാരം താഴ്ന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് DA കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ജീവനക്കാരുടെ ജീവിത നിലവാരം താഴ്ന്നു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് DA കൊടുക്കുന്നത്. അത് ജീവനക്കാരുടെ നിയമപരമായ അവകാശമാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. അതുപോലെ തന്നെ 4/1 ഭാഗം തുക ഈ മാർച്ച് 31 അകം കൊടുത്തു തീർക്കാനും സുപ്രീം കോടതി വിധിച്ചു. ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, കേരള ഹൈക്കോടതിയിൽ DA കൊടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് സർക്കാർ ജീവനക്കാർ ഒരു പെറ്റീഷൻ സമർപ്പിച്ചപ്പോൾ കേരള ഗവൺമെന്റിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുത്ത ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ധനകാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ഇത് ഗവൺമെന്റിന്റെ അവകാശമല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് അവകാശമല്ല, നിയമപരമായിട്ടുള്ള അവകാശമല്ല എന്ന് പറഞ്ഞതിന് നല്ലൊരു മറുപടിയാണ് കിട്ടിയത്. നിയമപരമായിട്ടുള്ള അവകാശമാണെന്നാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. സുപ്രീം കോടതി വിധിയായതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തിലും കേന്ദ്ര ഗവൺമെന്റ് പ്രദേശത്തുള്ളവർക്കും ഇത് ബാധകമാണ് എന്ന് ഇങ്ങനത്തെ ഉള്ള വിവരദോഷം പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.